ഈ വയേർഡ് ഇയർഫോൺസ് ഉപയോഗിക്കാത്തവരാരും ഉണ്ടാവില്ല. ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുറുക്കഴിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ തയ്ക്കുന്ന നൂലൊക്കെ ഇല്ലേ, ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടോ. ഇതിങ്ങനെ ഒരറ്റത്തു നിന്ന് നമ്മളങ്ങ് തുടങ്ങുന്നു. പിന്നെ ആ ചെറിയ ഇയർഫോൺസ് ഉണ്ട്, ഇത് വളരെ സിമ്പിളാണ്. പിന്നെ ഇത് എൻ്റെ ഇയർഫോണാണ്, വലിയ കാര്യമായിട്ട് കട്ടക്കൂട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ തയ്ക്കുന്ന നൂല്, പിന്നെ കൊന്ത, പിന്നെ എന്താണ് ഈ വള്ളികൾ, പാൻറ്റിൻ്റെ വള്ളികൾ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഈ വള്ളികൾ ടൈപ്പുള്ള സാധനങ്ങളൊക്കെ കട്ടക്കൂട്ടായിട്ട് കിടക്കുമ്പോൾ ഇതിങ്ങനെ കുറുകി ഈ ഇതിൻ്റെ മുറുക്കം കൂടുന്ന സമയത്ത് ഇതിങ്ങനെ പതിയെ ഇരുന്ന് ക്ഷമയോടുകൂടെ അഴിക്കണം. അപ്പം ഇനി ക്ഷമ വേണം, 1 സമയം വേണം, 2 ഈ ക്ഷമയും സമയമാണ് വേണ്ടത് എല്ലാത്തിനും. പക്ഷെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് പലർക്കും ഇല്ലാത്തൊരു സാധനമാണ് ക്ഷമ. പലർക്കും ഈ വയേർഡ് ഇയർഫോൺസിന്റെ കട്ടക്കൂട്ട് അഴിക്കാൻ വരെയുള്ള ക്ഷമയില്ല. അവരത് അങ്ങെടുത്ത് ചെവിയിൽ വെക്കും. ചില ആൾക്കാർ നൂല് കട്ടക്കൂട്ടാകുമ്പോൾ ആ ഭാഗം അങ്ങ് പൊട്ടിച്ചങ്ങ് കളയും. അങ്ങനെയാ. ഇപ്പൊ മുടിയൊക്കെ ചട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് അഴിച്ചെടുക്കുന്നതിന് പകരം അതങ്ങ് കട്ട് ചെയ്ത് കളയാം, വലിച്ചു പൊട്ടിച്ച് കളയാം. അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. ക്ഷമ വേണം, സമയം വേണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ സമയമാണ്. ക്ഷമയൊക്കെ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ട ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനത് ക്ഷമയോടുകൂടെ കാത്തിരിക്കും. എത്ര നാൾ വേണമെങ്കിലും. കിട്ടിക്കഴിഞ്ഞാൽ നീറ്റായിട്ട് ക്ലീനായിട്ട് എനിക്കത് ക്ലീൻ ആക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ക്ഷമയോടുകൂടെ കാത്തിരിക്കും. സമയമാണില്ല.